അല്ലാഹുവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ ആരോഗ്യങ്ങളെ നിലനിർത്തണേ റഹ്മാനായ റബ്ബേ. ഞങ്ങളുടെ ശരീരങ്ങളുടെ വേദനയൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യങ്ങൾ അല്ലാഹു നിലനിർത്തുകയും നമ്മുടെ ശരീരങ്ങളുടെ വേദനകൾ അല്ലാഹു മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു മഹത്തായ സലാത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു ശരീരം മുഴുവനും ഒരു വേദനയാണ്, അതുപോലെ തന്നെ പല പല രോഗങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ഈ സലാത്ത് ചൊല്ലി നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വേദനകളെ ശമിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ സലാത്ത് ഏത് സലാത്താണ് നമ്മൾ ചൊല്ലേണ്ടിയുള്ളത്, ഏത് സമയത്താണ് ചൊല്ലേണ്ടിയുള്ളത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത, അല്ലാഹു റസൂൽ പറയാൻ ആർക്കും വേണ്ടാത്ത, ആരും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ് ഈ പ്രപഞ്ചം. പക്ഷെ ആ പ്രപഞ്ചത്തിൽ കുറച്ച് കാര്യമായിട്ടുള്ളതുണ്ട്, കുറച്ച് കാര്യമായി നമുക്ക് എടുക്കാനുള്ളതുണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ ദിക്റുകളാണ്, അല്ലാഹുവിന്റെ ദിക്റുകളാണ്, അവനെ കുറിച്ചുള്ള സ്മരണങ്ങളാണ്. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ആലിമീങ്ങളാണ്, അറിവുള്ളവരാണ്. പിന്നെ ഒന്ന് അത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ നാലെണ്ണം. അപ്പോ ഈ നാലെണ്ണമല്ലാതെ കാര്യമായിട്ടൊന്നും ഈ ദുനിയാവിൽ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ദിക്റുകൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് പറക്കിയെടുക്കേണ്ടിയുള്ളതാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. മനുഷ്യന് ആവശ്യമായിട്ടുള്ളതെല്ലാം അല്ലാഹുവിന് ദിക്ർ ചെയ്യുന്നതിലുണ്ട്. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലി എന്ന് പറഞ്ഞാൽ അവരെ കണ്ടാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരും. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരുത്തുന്ന ഒന്നാണ് സലാത്തും പരിശുദ്ധ ഖുർആനും ദിക്റുകളും ഖുർആൻ ഓതലും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വരുത്തുന്നതാണ് സലാത്തുകൾ, അതുപോലെ പരിശുദ്ധ ഖുർആൻ, അതുപോലെ ദിക്റുകളെല്ലാം അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വരുത്തുന്നതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങൾക്ക് സമാധാനം വേണമോ? ഏത് അന്തരീക്ഷത്തിലും നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നിങ്ങൾക്ക് കിട്ടണമോ? നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലണേ. പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് നമുക്ക് പറഞ്ഞു തരുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ മുഅ്മിനീങ്ങളെ. അപ്പൊ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാകണം. ഏതൊരവസ്ഥയിലാണെങ്കിലും നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകണം, അല്ലേ? മനസ്സിന് നമുക്ക് സന്തോഷം ഉണ്ടായാൽ നമുക്ക് ഈ ദുനിയാവിൽ ആരും പേടിക്കാനില്ല. അപ്പൊ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ദിക്ർ ധാരാളം ചൊല്ലണം. അതുപോലെ ഈ ദുനിയാവിൽ വെല്ലുവിളിപ്പുള്ള ഒന്നാണ് അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുക എന്നുള്ളത്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു നമുക്ക് നൽകപ്പെട്ടതാണ് ദിക്റുകൾ, അദ്കാറുകൾ. അത് നമ്മൾ മുറുകെ പിടിക്കണം. അത് നമ്മളുടെ എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിലെ വേദനകളെ കരിച്ചു കളയാൻ പറ്റിയ ഒരു സലാത്തിനെ കുറിച്ചാണ്. ആ സലാത്തിന്റെ പേര് ഷാഫിഉൽ ഇലലി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്താണ്. അത് ചെറുതല്ല. 100 പ്രാവശ്യം ചൊല്ലിയിട്ട് വേദനയുള്ള ഭാഗത്ത് തടവിയ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനയ്ക്ക് അല്ലാഹു ശമനം നൽകുന്നതാണ്. അപ്പോൾ 100 പ്രാവശ്യം നമ്മൾ ഓതിയിട്ട് വേദനയുള്ള ഭാഗത്ത് ഈ സലാത്ത് 100 പ്രാവശ്യം ചൊല്ലിയിട്ട് വേദനയുള്ള ഭാഗത്ത് തടവിയാൽ ആ വേദന പെട്ടെന്ന് അല്ലാഹു മാറ്റിത്തരുന്നതാണ്. അതിന് സമയമില്ലെങ്കിൽ 3 വട്ടം ഓതി മന്ത്രിച്ച് കുടിച്ചാലും മതി. വയറുവേദന ഉള്ളവർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ സലാത്തിനെ മന്ത്രിച്ച് കുടിക്കുക. അർഹമുർറഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല, കാരുണ്യവാനായ അല്ലാഹു നിങ്ങൾക്ക് ശമനം അല്ലാഹു നൽകുന്നതാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു നിങ്ങളുടെ നമ്മുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ സലാത്ത് നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് നിങ്ങൾ തടവി നോക്ക്. അല്ലാഹു നിങ്ങളുടെ വേദനകൾക്ക് ശമനം നൽകുന്നതാണ്. അത്ര മഹത്തായ ഒരു സലാത്താണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ആ സലാത്ത് നമുക്ക് നോക്കാം. ആ
ആ മഹത്തായ സലാത്ത് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഹബീബിൽ മഹ്ബൂബ് ഷാഫിൽ അലലി വമുഫരിജിൽ ഖുറൂബ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഹബീബിൽ മഹ്ബൂബ് ഷാഫിൽ അലലി വമുഫരിജിൽ ഖുറൂബ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഹബീബിൽ മഹ്ബൂബ് ഷാഫിൽ അലലി വമുഫരിജിൽ ഖുറൂബ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ മഹത്തായ സലാത്ത് ഒരുപാട് പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളെ മരണകാരണങ്ങളാക്കല്ലേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. ഖൈറുകൾ ധാരാളം നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ മുകളിൽ പറഞ്ഞ ഈ സലാത്ത് 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയിട്ട് വേദനയുള്ള ഭാഗത്ത് തടവിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ റബ്ബ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ വേദനകളെ ശമിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചൊല്ലുമ്പോൾ പൂർണ്ണമായിട്ട് ഇഖ്ലാസോടെ, തഖ്വയോടെ, ഇഖ്ലാസോടെ നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് പടച്ചവനെ, നീ എൻ്റെ രോഗത്തെ ശിഫയാക്കണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ് എന്ന ഇഖ്ലാസോടെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ചൊല്ലി മന്ത്രിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകുന്നതാണ്. രോഗം നൽകുന്നവൻ അല്ലാഹുവാണ്. രോഗം ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സലാത്ത് അത് വലിയ വലിയ വിജയങ്ങൾക്കൊരു കാരണമാണ്. സലാത്ത് കൊണ്ട് പരിഹരിക്കാത്തതായി ദുനിയാവിൽ ഒരു വിഷയമില്ല എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന സലാത്ത് ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കാനും ഞങ്ങളെ മുറാദുകളെ ഹാസിലാക്കാനും ഒരു കാരണമാക്കണേ അല്ലാഹ്. നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ്. മല പോലെ വരുന്നതിനെ നീ മഞ്ഞ പോലെയാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരുടെയും ഞങ്ങളുടെയും സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കണേ പടച്ചവനെ. ഈ നിത്യരോഗിയാക്കി ഞങ്ങളെ മാറ്റല്ലേ പടച്ചവനെ. ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لنا ولوالدينا ولمشايخنا رب ارحمهما كما ربونا صغارا. അർഹമ റഹീമനായ അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ മാരകമായ രോഗത്തിന് അടിമപ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാരാണ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരണേ അല്ലാഹ്. ജോലിയില്ലാതെ ഞങ്ങൾക്ക് ജോലി നൽകണേ അല്ലാഹ്. ഭവനമില്ലാതെ ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ പലരും വിവാഹപ്രായമെത്തി നിൽക്കുന്നു അല്ലാഹ്. അവരിലേക്കെല്ലാം നീ സാലിഹീങ്ങളായ അണകളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പലരും വീടുകളില്ലാത്തവരാണ്. നീ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും മക്കളില്ലാത്തവരാണ്. മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ, സൗന്ദര്യത്തോടെ, സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ തൊഴിലുകളിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിലെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ
കാക്കണേ അല്ലാ. പടച്ചവനെ ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. സന്തോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഹലാലായ മറാദുകൾ ഹബീബായ നബി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ സാധിപ്പിച്ചു തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.